ഞാൻ 3 പ്രാവശ്യം പരീക്ഷ എഴുതി, 3 പ്രാവശ്യം ഞാൻ തോറ്റു എന്നിരിക്കട്ടെ, ഈ പരീക്ഷ നടത്തുന്ന ആൾക്കാർ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം അസംബന്ധമാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഷിയർ ഫ്രസ്ട്രേഷൻ. ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും തെറ്റാണ്. അതിലേക്ക് ഞാൻ വരുന്നത്, അതിപ്പം ശക്തമായിട്ട് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ. പക്ഷേ തൃശ്ശൂരിനെ വെച്ചും ഒരുപാട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് അത്രമാത്രം ഫലിച്ചില്ല എന്നുള്ളതാണ്. കാരണം ബീഹാറിൻ്റെ ഒരു ടൈംസ് നൗവിൻ്റെ ഒരു സർവേ പുറത്തു വന്നിരുന്നു. അതിനകത്തും BJP NDAക്കാണ് വിജയ സാധ്യത അവർ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ വോട്ട് ചോരി എന്നുള്ള ആരോപണം അത്രമാത്രം ഫലിച്ചിട്ടില്ലെന്നാണ് അവരുടെ സർവേകൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനം വളരെ വളരെ സുതാര്യമായിട്ടുള്ളൊരു ജനാധിപത്യ സംവിധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 4 or 5 ഘട്ടങ്ങളിൽ നമുക്ക് ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും അതിനുശേഷം കോടതി വരെ പോകാനുള്ള അവസരമുണ്ട്. ഉദാഹരണത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആദ്യം വോട്ടർ പട്ടിക തയ്യാറാക്കൽ. വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കി അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളതുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഈ തട്ടിപ്പ് നടക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരേപോലെയാണല്ലോ നടക്കേണ്ടത്. കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് നടക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇത് നടക്കുന്നതിനിടയിൽ വാർഡ് വിഭജനത്തെക്കുറിച്ചിട്ടുള്ള തർക്കമുണ്ടായപ്പോൾ ആളുകൾ കോടതി പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് കോടതി പോയി. കോടതി പറഞ്ഞു ഈ വാർഡ് വിഭജനം തെറ്റാണ്. ഒരു ഘട്ടം വോട്ടർ പട്ടികയെ സംബന്ധിച്ചിട്ടുള്ള ഘട്ടം. 2ാം ഘട്ടം ഇത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, വീണ്ടും അവിടെ ഒരു പ്രോസസ്സാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള പരാതികൾ, വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ അപ്പം തന്നെ വരാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പരാതികളൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ആ മണ്ഡലത്തിലെങ്കിലും തെരഞ്ഞെടുപ്പ് വിഷയമാക്കായിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമമാണ്, ഈ വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഉണ്ടാക്കിയിട്ടില്ല. അല്ല, ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യാത്തതിന് ഇതല്ലല്ലോ ആരോപണം ഉന്നയിക്കേണ്ടത്. അവരുടെ സംഘടന ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം കോടതി പോകാമായിരുന്നു. അതും കോടതി പോയിട്ടില്ല. 1 മാസം സമയം കോടതി കൊടുക്കുന്നുണ്ട്. 1 മാസമല്ല, നോമിനേഷൻ അല്ല, ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ 1 മാസത്തേക്കാൾ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല സത്യത്തിൽ, അതാ നെഹ്റു കുടുംബത്തിൻ്റെ പ്രശ്നമാണ്. കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയ നാൾ തൊട്ട് നെഹ്റു കുടുംബമാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് എന്ന് ആ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങനെ കുറേ കാലം സംഭവിച്ചുകൊണ്ട് അവർ ധരിച്ചു. ഞങ്ങളല്ലാതെ ആരെങ്കിലും ഭരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല, അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് അവർ ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് ചില നെഹ്റു കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ ആലോചിക്കുന്ന രീതി ഞാനും നിങ്ങൾ ആലോചിക്കുന്ന രീതിയിലല്ല. ഞങ്ങൾക്ക് ദൈവദത്തമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കുടുംബമാണ്. അതല്ലാത്ത ഒരാൾ ഭരിക്കുമ്പം അതവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരിതാണ്. അപ്പോൾ അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 3 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ഉന്നയിച്ച ആരോപണങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാതിരുന്ന ഒരു ഘട്ടത്തിൽ റഫറിക്കെതിരായിട്ട് തന്നെ ആരോപണം ഉന്നയിക്കുക. പരീക്ഷയിൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഈ മൂല്യനിർണ്ണയത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്നതും പരീക്ഷ നടത്തിപ്പ് ഏജൻസിയെ ചോദ്യം ചെയ്യുന്നതും പോലെയുള്ള ഒരിതാണ്. ഞാൻ 3 പ്രാവശ്യം പരീക്ഷ എഴുതി, 3 പ്രാവശ്യം ഞാൻ തോറ്റു എന്നിരിക്കട്ടെ, ഈ പരീക്ഷ നടത്തുന്ന ആൾക്കാർ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം അസംബന്ധമാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഷിയർ ഫ്രസ്ട്രേഷൻ.
ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്ത് ഈ പ്രചരണത്തിന് പിന്നെ ജനങ്ങൾ ഇതിപ്പോൾ ഇത്രയും കാലം നരേന്ദ്രമോദി 10-12 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിന് മുൻപുള്ള കാലഘട്ടം ജനങ്ങൾക്കറിയാം. 12 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും അത് സാച്ചുറേഷൻ. ഇപ്പോൾ വീട് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കൊല്ലം കൊണ്ട് വീട് കൊടുത്തുകൊണ്ടിരിക്കലല്ല, എല്ലാവർക്കും വീടുണ്ടാകാൻ സമയബന്ധിതമായിട്ട് ഉണ്ടാവുക. എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ, എല്ലാ വീട്ടിലും പാചകവാത സൗകര്യങ്ങൾ, എല്ലാ വീടുകളിലും ശുചിമുറികൾ. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.